എൻ്റെ ഭാര്യയും എൻ്റെ അടുത്ത ബന്ധുക്കളും എൻ്റെ മക്കളുമൊക്കെ ഒരു വേദിയിൽ എന്നെ കൊണ്ടുവന്നിരുന്ന് ഇരുത്തി ഇങ്ങനെ ഒരു സ്നേഹസംഗമം വിളിച്ചു കൂട്ടുന്ന പ്രതീതി തന്നെയാണ് ഈ വേദിയിലിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. എനിക്ക് ഒരു റിപ്ലൈ സ്പീച്ചിന് മാത്രമേ ഇവിടെ അവകാശമുള്ളൂ. ഒരു മന്ത്രിയായിട്ട് ഞാൻ ഒരിക്കലും ഈ ഒരു വേദിയിലേക്ക് കടന്നു വന്നിട്ടേ ഇല്ല. പിന്നെ സെക്യൂരിറ്റി കാരണങ്ങൾ കൊണ്ട് ഈ പ്രോട്ടോക്കോളൊക്കെ അവിടെ ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് ഞാൻ കാണുന്നില്ല. അത് നൈരന്തര്യമാണ്, അതങ്ങനെ ഉണ്ടായേ പറ്റൂ, അതുകൊണ്ടാണ്. പക്ഷെ എങ്കിലും ഇത് കാരണമൊക്കെ എന്തുകൊണ്ട് ഒരു സമയത്ത് രഞ്ജിത്തിനോടും മോഹൻലാലിനോടുമൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, എനിക്കിപ്പോൾ ഭയങ്കരമായിട്ടുണ്ടായിരിക്കുന്ന ലോസ് എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി ലോസാണ്. കൺഫ്യൂഷനൊന്നുമില്ല. ഐ എം ഡെഫിനറ്റ് അബൌട്ട് ദ റെസ്പോൺസിബിലിറ്റി. ഐ എം വെരി ഡെഫിനറ്റ് അബൌട്ട് ദി social commitment, and I will not sway away from all those basic human divine concepts. ഇതൊക്കെ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യമാണ്. എന്നാലും ഒരു ഐഡന്റിറ്റി ക്രൈസിസ് അല്ല, ഇറ്റ് ഈസ് എ ഡെഫിനറ്റ് ഐഡന്റിറ്റി ലോസ്. അതിന് ഘടകങ്ങളായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിലൂടെ ജയിക്കാനായി വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ചാർത്തപ്പെട്ടിട്ടുള്ള ഒരു ഉത്തരവാദിത്വത്തിന് ചില ക്രമീകരണങ്ങൾ എന്ന് പറയുന്നത് രാജ്യത്ത് അതിനു മുമ്പുണ്ടായിട്ടുള്ള ചില അസന്നിഗ്ധ ഘട്ടങ്ങളുടെ പശ്ചാത്തലത്തിൽ മെനഞ്ഞെടുത്ത ഒരു സംവിധാനത്തിനുള്ളിൽ മര്യാദയ്ക്ക് ഡിസിപ്ലിൻഡ് ആയിട്ട് നിൽക്കുക എന്ന് പറയുന്നത് എൻ്റെ ഹൃദയത്തിൽ അടിച്ചേൽപ്പിച്ചതിൻ്റെ പേരിലുണ്ടായ എൻ്റെ സ്വത്വം ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ ഞാനിതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളെന്നുള്ള കാര്യത്തിൽ ശ്രീ മോഹൻലാലിനോടും രഞ്ജിത്തിനോടും അന്ന് ഫോണിൽ കൂടി പറഞ്ഞ കാര്യങ്ങളിൽ ആത്മാർത്ഥമായ എൻ്റെ ഹൃദയ ലേഖനമാണ് ഞാൻ അന്ന് ചാർത്തി അവർക്ക് പകർന്നു നൽകിയിട്ടുള്ളത്. ഇത് പിന്നെ പലയിടത്തും സാങ്കേതികമായിട്ട് എൻ്റെ നേതാക്കന്മാർ എന്നെ മനസ്സിലാക്കിക്കൊണ്ട് കണ്ട ഒരു അച്ചടക്കമായാലും എൻ്റെ ചില നിഷ്ഠകളായാലും അതിനകത്ത് ഈ മുൻചുണ്ടി ഇവിടെ പലരും സൂചിപ്പിച്ച ആ ക്വാളിറ്റി എന്നോട് മോദിജി പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. സബ് ടീക്ക് ഹൈ, ഈ ഗുസ്സ തോടാ കം കർന. ഞാൻ പറഞ്ഞു അസാധ്യമാണ്, ये नहीं चलेगा. अगर मैंने ये गुस्सा छोड़ दिया तो मैं मर गया. എനിക്ക് ഇങ്ങനെ ജീവിക്കണം, ഇതാണ് എന്നെ ഇങ്ങനെ ആക്കിയത്. ഞാൻ ഷാജിയെ വിളിച്ചിവിടെ സംസാരിക്കണമെന്ന് പറഞ്ഞതിനകത്ത് കൃത്യമായ ഡിസൈനുണ്ട്. ഷാജി പറയണം, ഷാജി ഇതിന് ഉത്തരവാദിയാണ്. റഞ്ജി പണിക്കർ അതിനേക്കാൾ വലിയ ഉത്തരവാദിയാണ്. ജീവിതത്തിൽ കമ്മീഷണർ ചെയ്യുന്നത് വരെയും ഞാൻ ആരെങ്കിലും ഒന്ന് ചിപ്പോന്നോ പോടാന്നോ ഉള്ള വാക്കുകൾ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. എൻ്റെ അമ്മ എപ്പോഴും പറയും എന്തോ ഒരു നല്ല പൊന്നുമോനായിരുന്നു എന്ന്. ഇപ്പൊ മനസ്സിലായില്ലേ? എന്നെ തല്ലാൻ ആളെ അയച്ചിട്ടുള്ള ആളാണ് സുരേഷ് കുമാർ. ഞാൻ ചെയ്യാത്ത തെറ്റിന് അതിനെ സംബന്ധിച്ച് ഇപ്പോഴൊക്കെ ചുമ്മാ ഈ ജാതിയുടെ അടിസ്ഥാനത്തിൽ ചില ആരോപണങ്ങൾ വരുന്നുണ്ട്. എന്തോ റഹ്മാന്റെ തല്ല് കൊള്ളാൻ ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എൻ്റെ തല്ല് കൊള്ളാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞവരുടെ തല്ലല്ല, അവരുടെ കൂടെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. അത് ഇനിയും അങ്ങനെ തന്നെയാണ്. അത് മാത്രമാണ് അന്നുണ്ടായത്. അത് പറഞ്ഞതിന് അന്ന് റഹ്മാനെ പൊക്കിക്കൊണ്ട് നടക്കുന്ന സുരേഷ് കുമാർ, അവനങ്ങനെ പറഞ്ഞ അവൻ നായരാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല, ഇവിടെ ആളെ അടിയവന് എന്ന് പറഞ്ഞ മഹാനാണ് ഇന്ന് തിരുവനന്തപുരത്ത് കേരളത്തിൽ മുഴുവൻ എൻ്റെ ഇരട്ട സഹോദരനായിട്ട് അറിയപ്പെടുന്ന ഈ സുരേഷ് കുമാർ. അന്നും റൂമിനകത്ത് പേടിച്ചിരുന്ന് ഫോൺ എടുത്ത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇതാണ് സംഭവിച്ചതെന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് കമ്മീഷണറിലൂടെ ഞാൻ ഇവോൾവ് ചെയ്തെങ്കിൽ ഇന്ന് സുരേഷ് കുമാർ അങ്ങനെ ആളിനെ വിട്ടാൽ ആ ആൾക്കാരെയും ഞാൻ തല്ലി ഓടിക്കും. സുരേഷ് കുമാറിൻ്റെ നെഞ്ച് ഞാൻ ഇടിച്ച് തലക്കും. അതിലേക്ക് എന്നെ വളർത്തിയത് ഈ റഞ്ജി പണിക്കരുടെ
രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം ഒരുപക്ഷെ അതൊരു ദുഷ്ടലാക്കോടെയുള്ള ഒരു ആരോപണമാണ്. ജനങ്ങളുടെ മുന്നിൽ നിങ്ങൾ കാണുന്ന ആളല്ല യഥാർത്ഥയാള്. എന്നെ സൈസ് ഔട്ട് ചെയ്യേണ്ടത് എതിർ രാഷ്ട്രീയ വക്ര പ്രതിഷ്ഠകളുടെ അത്യാവശ്യകതയാണ്. ഞാൻ എന്തല്ലായോ അതാണ് എൻ്റെ ഏറ്റവും വലിയ വലിപ്പത്തിലുള്ള രൂപം, ഭാവം, ഭാവഭേദങ്ങൾ എന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിക്കാൻ സമൂഹത്തിൽ അങ്ങനെ ഒരു ദുഷ്ടലാക്കിന് ശക്തി കൂടി വന്നപ്പോൾ അതിലെ വക്രം മനസ്സിലാക്കിയ ജനതയാണ് എൻ്റെ ദൈവം. ആ മനസ്സിലാക്കിയ ജനതയാണ് എൻ്റെ ദൈവം. അവർക്ക് രാഷ്ട്രീയമേ ഇല്ല, അവർക്ക് ആർക്കും രാഷ്ട്രീയമില്ല. എൻ്റെ കുടുംബ ബന്ധം, എൻ്റെ കുടുംബം, എന്നെ വിശ്വസിച്ച് ഇറങ്ങി വന്ന് എനിക്ക് 5 മക്കളെ സമ്മാനിച്ച എൻ്റെ ഭാര്യയെ ചോദ്യചിഹ്നമാക്കി മാറ്റുന്ന തരത്തിൽ ഒരു വക്ര ഭരണ രാഷ്ട്രീയ നീക്കമുണ്ടായപ്പോ അന്നാണ് എനിക്ക് സ്ത്രീപക്ഷത്തു നിന്ന് ഇത്രയും ശക്തമായ ലോകമെമ്പാടുമുള്ള മലയാളികളും ഭാരതീയരും എൻ്റെ പിന്നിൽ അണിനിരന്നെങ്കിൽ ഞാൻ ആരോടാണ് നന്ദി ചൊല്ലേണ്ടത്? എനിക്ക് എൻ്റെ വല്യമ്മാവൻ കൂടിയായ ശ്രീ കാവാലം നാരായണ പണിക്കർ അദ്ദേഹത്തിൻ്റെ വരികളാണ് നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടത്. ഇതെല്ലാവർക്കും ഒരു ടാഗ് ലൈനാണ്. നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടത് എന്ന ഒരു ഇൻട്രോസ്പെക്ഷണൽ ആംഗിളിൽ നമ്മൾ ചോദിച്ചാൽ ഈ ലോകത്തിന് ഒരു കാരണവശാലും ദ്രോഹം ഏൽപ്പിക്കാൻ നമുക്ക് തോന്നില്ല. അത് മനുഷ്യന്റെ ചിന്താശക്തിയുള്ള മനുഷ്യന്റെ ഹൃദയത്തിൽ നല്ല ഈ 10 കൽപ്പനകൾ കല്ലിൽ കൊത്തിയെടുത്തതുപോലെ ഉറപ്പിച്ചു വെക്കേണ്ട ടാഗ് ലൈനാണ് സ്മരണ എന്നെനിക്ക് രഞ്ജി പണിക്കർ പറഞ്ഞിട്ടുണ്ട്. സ്മരണ വേണം, സ്മരണ. അപ്പൊ ഭരത്ചന്ദ്രന്റെ ഒരു ശുണ്ഠി എൻ്റെ രക്തത്തിലല്ല, എൻ്റെ ഹൃദയത്തിൽ. സുരേഷ് ഗോപി അല്ല നീ ഭരത്ചന്ദ്രനാണ്. ഈ ഭരത്ചന്ദ്രനെയാണ് ഈ ജനതയ്ക്ക് ആവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരോപണ ശരങ്ങളുമായി വരുന്നവർ ആ ശരം അങ്ങ് നേരെ നെഞ്ചത്തോട്ട് കുത്തി, സ്വയം നെഞ്ചത്തോട്ട് കുത്തി തറച്ചാൽ മതി. അതിവിടെ ഏൽക്കില്ല. ജനതയ്ക്ക് ഈ ഭരത്ചന്ദ്രനെ ആവശ്യമാണെങ്കിൽ ഞാൻ ഭരത്ചന്ദ്രനായി ജീവിക്കും, ഭരത്ചന്ദ്രനായി നിർവഹിക്കും, ഭരത്ചന്ദ്രനായി പെരുമാറും, ഭരത്ചന്ദ്രനായി തന്നെ മരിക്കും എന്ന് ഞാൻ ഇവിടെ വച്ച് ഉറച്ച വാക്ക് നൽകുകയാണ്. അങ്ങനെ ഇനി ഈ വേദിയിൽ നിന്ന് പറഞ്ഞ് ഞാൻ വെറും ഒരു സ്നിപ്പറ്റ് റിപ്ലൈസ് പോലെ ഞാൻ പറയാം, അല്ലെങ്കിൽ ഈ പ്രസംഗം ഇന്ന് രാത്രി കൊണ്ട് അവസാനിക്കില്ല. എൻ്റെ ഹൃദയം അത്രയും വിശാലമായതുകൊണ്ടല്ല, എൻ്റെ ഹൃദയത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത അത്രയും മെറ്റീരിയൽ എൻ്റെ ഹൃദയത്തിലേക്ക് വിഷലിപ്തമായി തന്നെ അടിച്ചേൽപ്പിച്ച മുഹൂർത്തങ്ങളും അതിനെയൊക്കെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിൽ സംഗീതത്തിലൂടെയും വളരെ ശുദ്ധമായ മാനസിക സമീപനങ്ങളിലൂടെയും ഒക്കെ എനിക്ക് എൻ്റെ ആ ഹൃദയത്തെ തിരിച്ച് നല്ല നല്ല ദൈവീക അംശമുള്ള ഒരു ശുദ്ധത എൻ്റെ ഹൃദയത്തിലേക്ക് പകർന്നുവെന്ന മുഹൂർത്തങ്ങളിലൊക്കെ പറയുന്നത് ഞാൻ വീണ്ടും പറയുന്നു, നന്ദി ഞാൻ അവരോടെല്ലാം ചൊല്ലേണ്ടതാണ്. ഇവിടെ ഈ പറഞ്ഞ മുൻശുണ്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞു, അത് രഞ്ജി പണിക്കരുടെയും ഷാജി കൈലാസിൻ്റെയും പേനയിരിപ്പും മനസ്സിലിരിപ്പും കയ്യിലിരിപ്പുമാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ. എന്നിട്ടും ഞാൻ അതിനെ തള്ളിപ്പറയുകയാണ്. ഷാജി ഇവിടെ വന്ന് സംസാരിക്കുമ്പോൾ സെറ്റിലൊക്കെ അവൻ കാണിക്കുന്ന ഒരു അക്രമിയുണ്ട് സംവിധായകൻ. അതിൻ്റെ ഒരു ശതമാനം പോലും ഈ മൈക്കിന്റെ മുമ്പിൽ ഞാൻ കണ്ടില്ല. എന്തോ ഒരു നല്ലവനായിട്ടാണ് നിന്നെ തന്നെ ഇവിടെ അവതരിപ്പിച്ചിറങ്ങിപ്പോയത്. കമ്മീഷണറിലെ ഭരത്ചന്ദ്രനേക്കാൾ ചടുലനാണ്, അതിനേക്കാൾ അക്രമിയാണ് ഈ ഷാജി കൈലാസ്. അത് ആ സെറ്റ് വന്ന് ഈ ഒരു തിരിച്ചുകയറ്റും ഒക്കെ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ, അനുഭവിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവൂ. ഷാജി സാറിനെ ഞാൻ അറിയുന്നത് എൻ്റെ 1 മുതൽ 0 വരെ ആ കാലഘട്ടത്തിലാണ്. എനിക്കൊരു ഫ്രെയിമിൽ എങ്ങനെ നിൽക്കണം, ഒരു ക്ലോസപ്പ് ഫ്രെയിം വെച്ചാൽ എങ്ങനെ നിൽക്കണം എന്നുള്ളതിന് ക്ലാസ് എടുത്ത ജിജോ സാറിൻ്റെ കൂടെ നിന്ന് ജിജോ സാർ വന്ന് 2-3 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞ് ഞാൻ
അതിലേക്ക് ഒന്ന് ഫോളൻ ആവാത്തതിൻ്റെ പശ്ചാത്തലത്തിൽ എനിക്കിപ്പോഴും ഉണ്ട്. ആലപ്പുഴ കടപ്പുറത്ത് വെച്ച് ഷാജി സാർ ഇങ്ങനെ വന്നിട്ട് ഇവിടെ സോർട്ട് സുരേഷ് അങ്ങനെയല്ല, ഞാൻ വെച്ചിരിക്കുന്ന ഇപ്പം എൻ്റെ മുഖത്തൊരു ചുറ്റും ഒരു വര വരച്ചു. ഇതിൽ നിൽക്കുക സുരേഷ് ഈ ഒരു എന്താണ് കുറച്ച് നെർവസ് ആയതുകൊണ്ട് ഒരു കാലിൽ നിന്ന് ഈ ഗുരുവായൂർ കേശവനൊക്കെ ഇങ്ങനെ ഇങ്ങോട്ട് പോയിട്ട് പിന്നെ മറ്റേ കാലിൽ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ ഈ ഫ്രെയിമിൽ ഇത്രയായപ്പോൾ അത് വൃത്തികേടാ സിനിമയെ കാണാൻ എന്ന് പറഞ്ഞ് ആദ്യത്തെ ക്ലാസ് എടുത്ത മനുഷ്യനാണ് ഈ ഷാജി കരുൺ സാർ. അന്ന് ആ കടപ്പുറത്ത് വീശിയ മഴ പെയ്യും എന്ന് പറയുന്ന അവസ്ഥയിലുള്ള ഒരു നനുത്ത കാറ്റ് പോലും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എൻ്റെ മുഖത്തടിച്ചത് ഭയങ്കര സെൻസിറ്റീവായിട്ടും നെർവസായിട്ടും നിൽക്കുന്നതുകൊണ്ട് അതിങ്ങനെ സ്പർശിക്കുന്നത് എനിക്കറിയാമായിരുന്നു. അപ്പൊ ജീവിതത്തിൽ എനിക്ക് നന്മ വഴിയെ വന്ന ഒരു മുഹൂർത്തവും അതിൻ്റെ ചോരയോ അതിൻ്റെ നാഡീ സ്പന്ദനമോ ഒന്നും മറക്കാതെ, ഒരിറ്റുപോലും മറക്കാതെ എൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴും ഉണ്ട്. ഒരു വ്യക്തി ഇവോൾവായി ഓരോ നിമിഷവും ഇവോൾവ് ചെയ്തു വരുന്നതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഹൃദയഘടന. ഇതൊരു സന്ദേശമൊന്നുമല്ല, ഞാനിങ്ങനെയാണ് ഇങ്ങനെയായത് എന്ന് പറയുന്നത് അനുകരിക്കേണ്ടവർക്ക് അനുകരിക്കും. ഞാൻ ഒരിക്കലും എൻ്റെ ഹൃദയത്തിൽ വന്ന വികാരം അടിച്ചമർത്തിയിട്ടില്ല, മറച്ചു വെച്ചിട്ടില്ല. ഇഷ്ടമില്ലാത്തത് അന്നേരം എന്ത് വെറുതെ എനിക്ക് നേരെ വന്നാലും ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതിൽ ഷാജി സാറൊക്കെ വിശ്വസിക്കുന്ന ഒരു സംഹിതയുണ്ട്. ഒരു ഫ്രീഡം ഓഫ് സ്പീച്ച്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഫ്രീഡം ഓഫ് ഐഡിയോളജി, ഇതെല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അപ്പൊ സമൂഹത്തിൽ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് മനോവർ ചെയ്ത് കൊണ്ടുപോകുന്നതിനകത്ത് വലിയ ബുദ്ധിമുട്ടുണ്ട് എന്ന് പലരും പറയുമെങ്കിലും ഇവിടെ വിനു പറഞ്ഞു ഒരുപാട് പൊങ്കാലയേറ്റുവാൻ, ദിനേശ് പണിക്കർ പറഞ്ഞു പൊങ്കാലയേറ്റുവാൻ. ഞാൻ ഇപ്പോഴും ഈ പറയുന്ന വിഷയങ്ങളൊക്കെ ഉണ്ടായി കേസുകളൊക്കെ വന്നപ്പോഴും മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യൻ വിളിക്കും, സുരേഷ് ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ തിരിച്ചു പറഞ്ഞിട്ടുള്ളത്, ഇനിയിപ്പം നിങ്ങൾ ഫോൺ ചെയ്ത് ചോദിച്ചാൽ എന്താ പറഞ്ഞത്? ഒന്നും ചെയ്യേണ്ടതില്ല, നിങ്ങളെ തന്നെ സംരക്ഷിച്ചു കൊള്ളുക. ഞാനൊരു കുഴിയിലാണ്, ഞാൻ ഈ കുഴിയിൽ നിന്ന് കയറി വരില്ല, റോക്കറ്റ് ഷൂട്ടിംഗ് പോലെ ഞാൻ വരും, നിങ്ങൾക്കതിനെ ആയെന്ന് വരുത്തില്ല, നിങ്ങൾ ഈ കുഴിയിലോട്ട് ഇറങ്ങരുത് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ ഈ 2019 വന്ന താരങ്ങളോടടക്കം വന്നേക്കരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ പലരും കുറ്റം പറയുന്നുണ്ട്, അമ്മയിൽ പോയി എന്തൊരു സ്നേഹം, ഇവരൊക്കെ എവിടെ പോയിരുന്നു ഇലക്ഷൻ പ്രചരണ കാലത്ത്? ഞാനാണ് വിലക്കിയത്. വന്ന് അവരൊക്കെ ഈ പൊങ്കാല ഏറ്റുവാങ്ങാൻ വേണ്ടി അവരൊരു പാപവും ചെയ്യുന്നില്ല. അവര് എന്താണോ എന്നെക്കുറിച്ച് മനസ്സിലാക്കിയത്, ആ മനസ്സിലാക്കിയത് ഒരു പൊതുജന സമൂഹത്തിന് ഇന്ന് ഒരുപക്ഷെ ഉഴലുന്ന, ഭരണത്തിന്റെ പേരിൽ ഉഴലുന്ന ഒരു വിഭാഗത്തിന് നന്മയിലേക്ക് ഒരു ട്രാൻസാക്ഷൻ നടത്താൻ പറ്റുന്ന ആളാണെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ മനസ്സിലാക്കൽ കൊണ്ട് ഈ പാവം ജനതയ്ക്ക് ഒരു ഗുണമുണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രം അവർ മുമ്പോട്ട് പറഞ്ഞ അഭിപ്രായ പ്രകടനങ്ങൾക്ക് അവരുടെ സിനിമാ ജീവിതം തകർത്ത് കളയുന്ന ഒരു സംവിധാനം മലയാള സിനിമയിലുണ്ടെങ്കിൽ അതിൻ്റെ ഒടുക്കം തുടങ്ങിക്കഴിഞ്ഞു. അത് ഒടുക്കിയിരിക്കും. ജീവത്യാഗം ചെയ്യേണ്ടി വന്നാലും ശരി തന്നെ, അത് ഒടുക്കിയിരിക്കും. അത് ജന്മസമരമാണ്. അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇതൊന്നും ഒരു മന്ത്രിയായിട്ട് ഞാൻ സംസാരിക്കുന്നതാണ്. സിനിമയിൽ നിന്ന് ഒരുപാട് ചവിട്ടും കുത്തും ഏറ്റുവാങ്ങിയ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മകൻ, പിന്നെ ഉത്തരവാദിത്വത്തോടെ നിന്നെ ഞാൻ സംരക്ഷിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ് ജീവിതത്തിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന ഒരു സ്ത്രീയുടെയും അവൾ എനിക്ക് തന്ന മക്കളുടെയും ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എനിക്ക് വളരെ വലുതാണ്. ആ അച്ഛനായും മകനായുമായും ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെയുള്ള വേദനകൾ പറയും. ഇത് വേദന എന്ന് പറയുന്നത് ബൈബിളിൽ പറയുന്നു പർഗറ്ററി, PURGATORY. പർഗറ്ററി എന്ന് പറയുന്നത് ചുട്ട് പഠിപ്പിച്ച പൈപ്പിലൂടെ, ഇരുമ്പ് പൈപ്പിലൂടെ ആത്മാവിനെ കടത്തിവിട്ട് അതിങ്ങനെ ധൂളായി പൊട്ടിഞ്ഞ് ചിതറി അവസാനം ഇതിൻ്റെ മൗത്തിലൂടെ ഒരു തണുത്തല്ല കുളിര് പൂരിപ്പിക്കുന്ന ഒരു വാട്ടർ സ്ട്രീമിലേക്ക് കൊണ്ടുവന്നങ്ങ് കഷി ചെയ്തിട്ട് കൊടുക്കും. അവിടുന്ന് ഇത് മുഴുവൻ ഒത്തുചേർന്ന് സുഖം, സൗഖ്യം, സന്തോഷം, ആനന്ദം
എക്സ്റ്റസി, ഇതൊക്കെ അനുഭവിക്കുന്ന ഒരു ആത്മാവായിട്ട് രൂപം പ്രാപിച്ച് പൊന്തി വരും. ഞാൻ എൻ്റെ ഈ യാതനകളെല്ലാം ഒരു പെർഗറ്റോറിയൽ പ്രോസസ്സായിട്ട് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാനെന്ന് അതിൻ്റെ ആനന്ദം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ആനന്ദം എനിക്ക് കൊണ്ടുപോകാനൊക്കത്തില്ല ഒറ്റയ്ക്ക്. നിങ്ങളെല്ലാം അതിൻ്റെ ഭാഗഭാക്കാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പങ്കുവയ്ക്കുന്ന എൻ്റെ സഹോദരങ്ങളുമാകണം എന്നുള്ളത് എൻ്റെ ശാഠ്യം തന്നെയാണ്. നേരത്തെ പറഞ്ഞ ശുണ്ഠി കലർന്ന ശാഠ്യം തന്നെയാണ്. അതങ്ങനെ തന്നെയാണ്. ഈ സുരേഷ് കുമാറിനൊരു പണി കൊടുക്കാനുണ്ട്. അമേരിക്കയിൽ പ്രേം നസീർ സാറിനെയും കൊണ്ടുപോയി. കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയാണ്, കാമുകിയാണ്, കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവിടെ വെച്ചൊരു അറിയാമല്ലോ എന്തിൻ്റെ പേരിലായിരിക്കുമെന്ന്, മദ്യപിച്ചെത്തിയ ഒരു പറ്റം ആൾക്കാർ എന്തോ ചെയ്യാൻ ഒരു കരപ്രയോഗത്തിന് മുതിർന്നപ്പോൾ അത് നടന്നു. പക്ഷെ അതിൻ്റെ ദേഷ്യം തീർക്കാൻ കാമുകൻ്റെ വികാരം ഉണ്ടാകും. ആരെയോ തല്ലി. അമേരിക്കയാണെന്നുള്ളത് ഓർത്തില്ല. അവിടെ ഉള്ളവരെല്ലാം കാറിൽ ചേസ് ചെയ്ത് നസീർ സാർ ഇരിക്കുന്ന കാറിനകത്താണ് ഈ ഗൂണ്ട ഇരിക്കുന്നത്. തെരുവിലിട്ട് വളഞ്ഞു പിടിച്ച് അവിടുത്തെ മരത്തിൻ്റെയൊക്കെ ചില്ലയൊടിച്ച് തല്ലാൻ വന്നപ്പോൾ അവിടെ വെച്ച് സുരേഷ് കുമാർ ഒരു വാക്ക് തല്ലിക്കുന്നു. തല്ല് കൊള്ളും, പക്ഷെ ഇതോടെ കേട്ടിട്ട് തല്ലണം. നിങ്ങൾ ഇപ്പം തല്ലും, ഞാൻ കൊള്ളും. പക്ഷെ തിരുവല്ലയിലും ചെങ്ങന്നൂരിലും ഉള്ള നിന്റെ വീട്ടുകാരൊക്കെ ഇതേ തല്ല് നാളെ RSSകാരെടുത്തുനിന്ന് കൊല്ലും എന്ന് വിളിച്ചു പറഞ്ഞ ഒരു കലാകാരനാണ് ഈ ഇരിക്കുന്നത്. ഇത് കഥയായി കേട്ട് ഞാൻ കോരിത്തരിച്ചിട്ടുണ്ട്. അസത്യമാണെങ്കിൽ ഇപ്പൊ പറയണം. മൈക്കുണ്ട്.